ഇക്കാ പട്ടാമ്പില് പുലി ഇറങ്ങിക്കണിത്രേ. അതെ, അതുപോലെ തന്നെ കൊളപ്പുല്ലില് കാട്ടാൻ ഇറങ്ങിക്കണിത്രേ. എന്നാ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടോ. അതെന്താ? എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് കഴുത ഇറങ്ങിയെന്ന് പറയിപ്പിക്കണേ? ഇത് എന്ത് ചായയാണോ? നിങ്ങൾ അടിച്ചിട്ടൊക്കെ തന്നൂടെ? ഇനി അടിക്കണോ? അല്ല, വേണ്ട. വേണോ? ഒന്നുകൂടെ വേണ്ട. എനിക്ക് എത്ര ആലോചനകൾ വന്നെന്നറിയാമോ? നിങ്ങളെ കെട്ടുകളെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ തപസ്സിരുന്ന എനിക്ക് വട്ടായിരുന്നു, വട്ട്. നിനക്ക് ഇപ്പോഴെങ്കിലും അത് മനസ്സിലായില്ല. നീ എന്റെ കാര്യം ആലോചിച്ച് നോക്കടി. 16 വർഷം കൊണ്ട് വട്ടുള്ള ഒരു തീരുടെ ജീവിക്കണ എന്റെ അവസ്ഥ. കലിപ്പ് തീർന്നില്ല. എന്താ പറ്റിയ? വരുമ്പോഴത്തെ ചോദിക്കണേ, നിന്റെ പെണ്ണ് നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ, ഞാൻ നോക്കാന്ന്. ഇനി എണീറ്റ് നടക്കില്ല, അതുപോലെ ആക്കിന് ഞാൻ. ഇപ്പഴാണ് ഈ കാന്താരിയുടെ കൽപ്പനായത്. നിങ്ങള് ഏതവനാന്നറി? അത് നിന്റെ ആങ്ങള. ആ പെണ്ണ് കുട്ടേട്ടനെ മാമ എന്നാണോ വിളിക്കണത്? പിന്നല്ലാതെ, ഞാൻ അവളുടെ മാമനല്ലേ? ആണ്, അതല്ലേ പ്രശ്നം. എന്ത് പ്രശ്നം? ആ വിളിയില് കുഴപ്പമുണ്ട്. ഒരമ്മാവനെ വിളിക്കുന്ന വിളിയല്ലത്. അത് നിനക്കെങ്ങനെ അറിയാം? മാമാ കേട്ടില്ലേ? കല്യാണത്തിന് മുന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു എന്നെ ഇഷ്ടമാണെന്നൊക്കെ. ഇപ്പൊ ഒന്നും പറയുന്ന പോലും ഇല്ല. എലക്ഷൻ കഴിഞ്ഞു, വിധിയും വന്നു, ഇനി എന്ത് പ്രചാരണം? ഇതെന്താ ഇവിടെ ഒരാൾക്കൂട്ടം? അത് അയാളെ ഭാര്യ എന്നും പാത്രം കഴുകുക, തുണി കഴുകുക എന്ന് പറഞ്ഞു അയാളെ കൊണ്ട് എന്നും പണിയെടുപ്പിക്കില്ല. ഇന്ന് എന്തോ അയാളുടെ മൈൻഡ് തെറ്റിരിക്കായിരുന്നു. അയാൾ ഒറ്റ അലക്ക പെണ്ണിനെ അലക്കി വഴിക്ക് ചെവി പൊട്ടി ചോരൊളിച്ചു. ചെവി ഇപ്പൊ കേൾക്കാൻ പറ്റില്ല എന്നാ പറയണു. ഇത്ര ഒരു ചെറിയ കാര്യത്തിനാണോ അയാൾ തല്ലിയത്? പറഞ്ഞിട്ട് കാര്യമില്ല, ആളുടെ മൈൻഡ് മാറി. എന്താന്നറിയില്ല, എപ്പോഴും ചെയ്യണത്. ഇന്നെന്തോ പറ്റി. പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സങ്കടാവാ. പറഞ്ഞിട്ടെന്താ കാര്യം? അതേ, ഞാൻ പാത്രം കഴുകാട്ടിട്ട് വന്നത്. അത് കഴുകട്ട് പോയിട്ട് ഞാൻ. ഏയ്, നിങ്ങളൊന്നും കഴുകണ്ട. പിന്നെ എന്തിനാ ഞാൻ എന്നെ ചെയ്തോളാം. നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടാ. ഇനിയൊക്കെ ഞാൻ ചെയ്യും. അതല്ലേ നിങ്ങൾ എവിടാ? ഞാൻ ആശുപത്രിക്ക്. ആശുപത്രിയിലാ? അവിടെ എന്തോന്ന്? അവള് പ്രസവിച്ച്. ദിവ്യ പ്രസവിച്ച്. എന്റെ ഭാര്യ ദിവ്യ പ്രസവിച്ച്. ഭാര്യ? അതിന്റെ ഇടയിൽ നിങ്ങൾ വേറെ കെട്ടി അവളെ പ്രസവം കഴിഞ്ഞ മനുഷ്യ. അതെ, തമിഴ് പണ്ടേ എന്റെ ഒരു വീക്ക്നെസ് ആണ് നാത്തൂനെ. അയാള് പച്ചവെള്ളം പോലെ തമിഴ് പറയുന്ന കേട്ടപ്പോഴേ എന്റെ കരളങ്ങ് വെള്ളമായി പോയി. പിന്നൊന്നും ആലോചിച്ചില്ല, അയാളുടെ ഞാനങ്ങ് ഒളിച്ചോടി. അതെ, തമിഴ്നാട്ടിൽ ഭിക്ഷക്കാരി പോലും തമിഴാ പറയുന്നേ. ആ, എങ്ങനത്തെ കുട്ടിയാ സാറിന്റെ മനസ്സില്? എന്നെ പോലെ ഒരാൾ മതിയാവോ? നല്ല കമ്മീഷൻ തന്നാ മതി. ഈ കറക്കത്തിനിടയിൽ ഞാനും തപ്പാം. ഒന്നടങ്ങും പോലെ നീ. കുറച്ച് നേരമായി തുടങ്ങിയിട്ട് ഒരു ചൂടം വന്നേക്കുന്നു. റീനു, നീ എന്നെ തനി സ്വരൂപം കണ്ടിട്ടില്ലാട്ടാ. അത് ഞാൻ കണ്ടതാ ബൈനോക്കുലറിൽ കൂടെ. എന്തായാലും നിനക്ക് അതിനെക്കാട്ടി നല്ലൊരു ചെറുക്കനെ കിട്ടും. അത് മതിയല്ലോ. എടി, ഈ പണവും പദവിയുള്ള ആൾക്കാരെ കിട്ടാൻ ഭയങ്കര എളുപ്പാ. പക്ഷെ നല്ല മനസ്സുള്ളവരെ കിട്ടാൻ കുറച്ച് പാടാ. നിന്നെ എനിക്ക് വളരെ 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 ഇഷ്ടമാണ്. മിഴികൾ പൂവനമായി, അധരം തേൻകണമായി, ശലഭങ്ങളായി നമ്മൾ പാടി മന്മഥഗാനം.